വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കപ്പയും വെച്ചൊരു ബിരിയാണിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ വായിലും വെള്ളമൊക്കെ വരുന്നുണ്ടാവും അല്ലേ? എന്തായാലും നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബീഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ബീഫ്. അതിൻ്റെ കൂടെ കപ്പ ചേർത്ത് ബിരിയാണി ആക്കിയാൽ അതെല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം ബീഫിനെ വേവിച്ചെടുക്കുക. ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കേട്ടോ, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അത് കൈവച്ച് നല്ല അമർത്തി ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ലത്. ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചേർത്തത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒരു നല്ല കോമ്പിനേഷനാണ് ബീഫും പൊറാട്ടയും. പക്ഷേ ബീഫും പൊറാട്ടയും അത് അത്ര നല്ലൊരു കോമ്പിനേഷൻ അല്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ധാരാളം സവാള കഴിച്ചാൽ നല്ലതാണ്, വലിയ കുഴപ്പമില്ല. ബീഫ് കഴിക്കുമ്പോൾ എപ്പോഴും സവാള കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളം, എന്നല്ല അങ്ങനെ അതിൻ്റെ കപ്പിലൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട്. ബീഫ് അത്യാവശ്യം വേവുള്ള സാധനമാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കണം. കുക്കർ മൂടി നമുക്ക് ബീഫ് വേവിച്ച് വയ്ക്കാം. ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 5 വിസിലാണ് ഞാനിതിനെടുത്തത്. അപ്പോൾ ഈ ബീഫ് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പ നന്നാക്കി എടുക്കാം. കപ്പ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് വെള്ളത്തിലേക്ക് ഇടണം. കാരണം ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് കളയണേ. ഇതിങ്ങനെ ചെത്തിയിട്ടാൽ മതി, ചെറുതാക്കി ചെത്തിയിട്ടാൽ മതി. അപ്പോൾ ചിലത് ഒറ്റ വിസിലിന് തന്നെ വേവും കുക്കറിലിട്ടാൽ. ഇത് ഞാനൊരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കപ്പ കഴുകിയത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തുണ്ട് കേട്ടോ കപ്പ. പക്ഷെ അതായിട്ടില്ല. അപ്പോൾ ആയാൽ നല്ല വെറും നമ്മൾ അടുപ്പത്ത് വെച്ച് തന്നെ വേവിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ആ കപ്പയൊക്കെ. എന്നിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വേവിച്ച് ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ. അതാണ് അത്ര വെള്ളം വെച്ചത്. വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. കുക്കർ അടച്ച് വെച്ച് കപ്പ വേവിച്ചെടുക്കാം. പിന്നെ ഇനി അതിൻ്റെ മസാലയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് വരാം കേട്ടോ. കപ്പേൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിലിന് എടുത്തതാണ് ഇത്. കാരണം എനിക്കിനി വേവില്ലെന്ന് അറിയാത്തത് കൊണ്ട് കപ്പ എന്തായാലും നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ആദ്യം സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം.
നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബ്ലഡൊക്കെ വെക്കുന്നൊരു സാധനമാണ്. മോൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഡോക്ടറെ കാട്ടിയപ്പോൾ കൊടുക്കാൻ പറഞ്ഞതാണ്. ബീഫൊക്കെ ഇങ്ങനെ ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്. അധികം ചിലപ്പോൾ അത് കഴിക്കൂല, അതാണ്. ഇത് ഉള്ളി വഴന്ന് വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണ്ട, ഗരം മസാല കേട്ടോ. കാരണം മഞ്ഞൾ നമ്മൾ പൂളിയിലിട്ടിട്ടാണല്ലോ വേവിച്ചത്. അധികം മഞ്ഞളാകുമ്പോൾ ആ മഞ്ഞളിൻ്റെ ഒരു കുത്ത് വരും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൽ ചേർത്തിട്ടില്ല, കാരണം കുട്ടികൾക്കൊന്നും എരിവ് പറ്റാത്തതുകൊണ്ട് അധികം എരിവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചേർത്തിട്ടില്ല. ഇതിൽ ചേർത്താൽ ഇതിന് സ്വല്പം എരിവ് വേണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം നന്നായിട്ട് അതിൽ കിടന്നിട്ട് ഒന്നുകൂടി ബീഫ് റെഡിയാവട്ടെ. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് അത്യാവശ്യം വെള്ളം ഒന്നും കൂടി വറ്റി ഇതായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉടച്ച് വെച്ച കപ്പയാണുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. കണ്ട ബീഫിൽ അത്യാവശ്യം മഞ്ഞളുണ്ട്. പിന്നെ നമ്മൾ കപ്പയിൽ അത്യാവശ്യം മഞ്ഞളുണ്ട്. ബീഫിൽ നമ്മൾ മഞ്ഞൾ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ഉള്ളി വഴറ്റുന്നതിൽ മഞ്ഞൾ ചേർക്കാതിരുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് കപ്പയിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്, ബീഫും കപ്പയും. അപ്പോൾ നമ്മൾ ബീഫ് വെച്ച കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.